ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ആദ്യം തന്നെ ചോറിനാണ് വെള്ളം വെക്കുന്നത്. കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. ലുലുമോക്ക് മദ്രസിൽ എക്സാം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് നേരം അവളെ പഠിപ്പിക്കാനിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ എണീറ്റിട്ടുള്ളത്. അവളെ വിളിക്കുന്നതിന് മുന്നേ ചോറിനുള്ള വെള്ളം വെച്ചാൽ അത് അവിടെ കിടന്ന് ചൂടാകുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നല്ല വേവുള്ള അരിയാണ്, മട്ടരിയാണ് കേട്ടോ. അവളെ പഠിപ്പിക്കുന്ന സമയം കൊണ്ട് അത് വെന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ലുലുമോളും എണീറ്റിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഫർദയും മഫ്തയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ പഠിക്കൽ കഴിഞ്ഞാൽ നേരെ മദ്രസിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അവളെ പഠിപ്പിക്കാൻ അവളെ കൂടെ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഞങ്ങൾ കിച്ചണിൽ തന്നെ ഇരുന്നിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. അതിനിടയിൽ ഞാനും ഓരോ പണികളൊക്കെ എടുക്കുന്നുണ്ട്. വെള്ളം ചൂടായപ്പം അതിലേക്ക് അരിയൊക്കെ കഴുകിയിടുകയാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവളെ പഠിപ്പിച്ചതിന് ശേഷം ഒരു 6:20 ആയപ്പോൾ അവൾ മദ്രസിലേക്ക് വിടുകയാണ്. ചെറിയാണ് കൊണ്ടാക്കുന്നത്. 6:30 എക്സാം തുടങ്ങുമ്പോഴേക്കും അവിടെ എത്തണം. അവർ പോയതിന് ശേഷം ഞാൻ കുറച്ച് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി അരക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇന്ന് ചീയപ്പം തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ട് മനസ്സിനൊരു സന്തോഷമില്ല. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, എല്ലാം ഒക്കെ ആയിട്ടുണ്ട്. അത് ഇടയ്ക്ക് വരുന്നതാട്ടോ. മനസ്സിലെന്തെങ്കിലും ടെൻഷൻ വന്നാൽ സന്തോഷം ഉണ്ടാവില്ല. പിന്നെ സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ എല്ലാം ഓക്കെ ആകും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ടെൻഷനോ കാര്യങ്ങളോ വന്നാൽ എനിക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം കുറേയൊക്കെ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും. അങ്ങനെ ചീയപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മീൻ കായം കൂട്ടി വെക്കുകയാണ് കേട്ടോ. ചെറിക്ക് ചോറിന് കൊണ്ടുപോകാനുള്ള മീനാണ് ശരിയാക്കി എടുക്കുന്നത്. മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ സന്തോഷം വരും, സങ്കടം വരും, ചില ടൈമിൽ ഒരുപാട് വേദനകൾ വരും. എല്ലാം റെഡിയാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ പോവുക. പ്രതീക്ഷകളാണല്ലോ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഊർജം തരുന്നത്. ഏതെങ്കിലും കാലത്ത് നമ്മളതും എല്ലാം ശരിയാകും, നമുക്കും നല്ല കാലം വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ജീവിക്കുക. നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക. അങ്ങനെ ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചോറായതിനു ശേഷം ഞാൻ പെട്ടെന്ന് ചീയപ്പൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്നും ചീയപ്പത്തേക്ക് മീൻ കറി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനുശേഷം മീൻ പൊരിക്കാനുള്ളതും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ചട്നി ഉണ്ടാക്കിയാൽ ആരും കഴിക്കില്ല കേട്ടോ. എനിക്കിഷ്ടമാണ് ചട്നി, എന്നാൽ മക്കൾക്കൊന്നും അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് അധികം ഇവിടെ ചട്നിയൊന്നും ഉണ്ടാക്കലില്ല. പിന്നെ കടലയോ ചെറുപയറൊക്കെ ഉണ്ടെങ്കിൽ കറി ഉണ്ടാക്കും. അങ്ങനെ ചെറിയൊക്കെ പണിക്ക് പോയതിന് ശേഷം ഞാൻ ചായയും കടിയൊക്കെ കഴിച്ചു. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. ഇന്ന് ലുലുവിനെ സ്കൂളിലേക്ക് വിട്ടിട്ടില്ല. അവൾക്ക് ചെറിയൊരു പനിയുണ്ട്. എന്നാൽ അവളെയും കൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അകത്തുള്ള കുറച്ച് പണികളൊക്കെ ഒരുക്കിയതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ചെയറും കൂടെ കഴുകി വെക്കാനുണ്ട് കേട്ടോ. നനച്ചുള്ളിപ്പണി എടുത്തപ്പം ചെയർ കഴുകിയിട്ടില്ലായിരുന്നു. അത് പിന്നീട് കഴുകാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം മുതൽ എനിക്ക് ചെറുതായിട്ട് പെരടി വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പണികളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പം കുറവുണ്ട്, അതുകൊണ്ട് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിനൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഇന്ന് തന്നെ ചെയറൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയർ കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. നിലത്ത് വെച്ച് കഴുകിയാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിലേക്ക് ചളിയൊക്കെ തെറിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു കല്ലുമ്മ വെച്ചിട്ടാണ് കേട്ടോ ഈ കഴുകുന്നത്.
അങ്ങനെ ചെയറൊക്കെ കഴുകിയിട്ടുണ്ട്. ഇനി അത് സിറ്റ് ഔട്ടിൽ തന്നെയാണ് വെക്കുന്നത്. മുറ്റത്ത് വെച്ചാൽ നമ്മുടെ ലിയമോൾ അതിൽ മണ്ണ് വാരിയിടും. അതിലേറെ നല്ലതാണ് ഇവിടെ വെക്കുന്നത്. ഇവിടെ വെച്ചാൽ തന്നെ അതിലുള്ള വെള്ളമൊക്കെ പോയി കിട്ടും. അത് കഴിഞ്ഞാൽ അത് അട്ടിക്ക് വെക്കാമല്ലോ എന്ന് കരുതി കുറച്ച് മുളകും മല്ലിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇമ്മ അത് കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മല്ലി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. മുളക് ഒന്നും കൂടെ ഉണങ്ങാനുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. താങ്ക്